നമസ്കാരം. ഇന്നത്തെ ഈയൊരു എക്സ്പ്ലെയിനറിൽ നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് സിനിമകളുടെ മാർക്കറ്റിംഗിന് പിന്നിൽ വർക്ക് ചെയ്യുന്ന വലിയൊരു സൈക്കോളജിയുണ്ട്. വെറുമൊരു ഹൈപ്പ് എന്ന മായാകാഴ്ചയ്ക്ക് പിന്നിലെ യഥാർത്ഥ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം. ശരി, നമുക്കിതിലേക്ക് കടക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ, ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ചുറ്റുമുള്ള ആളുകൾക്കൊപ്പം ഭയങ്കരമായി ചിരിച്ചു, അടിപൊളി കോമഡി എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. പക്ഷെ കുറച്ചു നാളുകൾക്ക് ശേഷം അതേ സിനിമ നിങ്ങളുടെ വീട്ടിലിരുന്ന OTT പ്ലാറ്റ്ഫോമിൽ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ ആ തമാശയൊന്നും അത്രയ്ക്കങ്ങ് വർക്കായില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? തിയേറ്ററിൽ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ച അതേ സീനുകൾ വീട്ടിലിരുന്ന് കാണുമ്പോൾ ഒരു ചെറിയ ചിരി പോലും വരുന്നില്ല. ശരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, തിയേറ്ററിൽ നമ്മൾ വെറും ഒരു സിനിമ മാത്രം കാണുകയല്ല ചെയ്യുന്നത്. നമുക്ക് ചുറ്റുമുള്ള നൂറുകണക്കിന് ആളുകളുടെ റിയാക്ഷൻ കൂടി നമ്മൾ അറിയാതെ തന്നെ അവിടെ ഫീൽ ചെയ്യുകയാണ്. ഇരട്ടത്തെ ഒരാൾ ചിരിക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് മറ്റുള്ളവരിലേക്കും പകരും. അവിടെ വലിയൊരു കളക്റ്റീവ് ഇമോഷൻ അല്ലെങ്കിൽ കൂട്ടായ ഒരു വികാരമുണ്ടാകുന്നുണ്ട്. എന്നാൽ OTTയിലേക്ക് വരുമ്പോഴോ, നമ്മളവിടെ ഒറ്റയ്ക്കാണ്. അവിടെ ആ ഷെയർഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റ്, അതായത് ഒപ്പമുള്ളവരുടെ ചിരി പൂർണ്ണമായും ഇല്ലാതാകുന്നു. ആ നിശബ്ദതയിൽ നമ്മൾ ആ സിനിമയുടെ യഥാർത്ഥ ക്വാളിറ്റി മാത്രമേ അനുഭവിക്കുന്നുള്ളൂ. അപ്പോ ഈ വ്യാജ ഹൈപ്പ്, അതായത് ഫേക്ക് ഹൈപ്പ്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തിയേറ്ററിലെ ആ ഒരു ഓർഗാനിക്കായ റെസ്പോൺസിൽ നിന്ന് കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ലോകത്ത് ഈ പറയുന്ന കൂട്ടായ വികാരങ്ങൾ വളരെ കൃത്യമായ കണക്കുകൂട്ടലുകളോടെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. ഒരു സിനിമ ഇറങ്ങുമ്പോൾ തന്നെ അതൊരു മാസ്റ്റർപീസാണെന്ന വൈബ് കൃത്യമായി പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു ഫാക്ടറിയിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ വളരെ ആർട്ടിഫിഷ്യലായി ഈ ഹൈപ്പ് പടുത്തുയർത്തുന്നു. ഇതൊരു ഓർഗാനിക്കായ അഭിപ്രായമല്ല, മറിച്ച് പ്രേക്ഷകരുടെ മേൽ വളരെ കൃത്യമായി അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു നരേറ്റീവാണ്. ഇവിടെയാണ് എക്കോ ചേംബർ ഓഫ് ഹൈപ്പ് വർക്ക് ചെയ്യുന്നത്. യൂട്യൂബേഴ്സ്മാർ, ഇൻഫ്ലുവൻസേഴ്സ്, ഇൻസ്റ്റഗ്രാമിലെയും ഫേസ്ബുക്കിലെയും റിവ്യൂ പേജുകൾ, മീം പേജുകൾ, ഇവരെല്ലാവരും ഒരേ സമയം ഒരേ വൈബ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കപ്പെടുന്നു. മാസ്റ്റർപീസ്, മസ്റ്റ് വാച്ച്, ഇൻഡസ്ട്രി ഹിറ്റ് കോമഡി എന്നിങ്ങനെ എല്ലാവരും ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊരു വലിയ എക്കോ ചേംബറായി മാറുകയാണ്. നമ്മൾ ഏത് ആപ്പ് തുറന്നാലും എവിടെ നോക്കിയാലും ഈ സിനിമ ഒരു അത്ഭുതമാണെന്ന മെസ്സേജ് നിരന്തരം നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ അടിച്ചു കയറ്റുകയാണ്. ഇതിനിടയിൽ ആരെങ്കിലും ജെന്യുവിനായിട്ട് സ്വന്തം അഭിപ്രായത്തിൽ ഒരു നെഗറ്റീവ് കാര്യം പറഞ്ഞാലോ, ആ കൃത്രിമമായ ഇല്യൂഷൻ തകരാതിരിക്കാൻ അവരെ ഉടനെ തന്നെ അറ്റാക്ക് ചെയ്ത് നിശബ്ദരാക്കും. നിനക്ക് ലോജിക്കില്ല, നിനക്കൊന്നും സിനിമ മനസ്സിലാവില്ല, നീ വെറുമൊരു ബുദ്ധിജീവിയാണ്